ഉമ്മു ശരീക്ക് റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ അങ്ങനെ തളർന്ന് മരിക്കാറായ രീതിയിൽ കിടക്കുകയാണ് മരുഭൂമിയിൽ. 3 ദിവസമായി വെള്ളമില്ലാതെ. ഈ ഡിസംബർ കാലാവസ്ഥയിൽ 3 ദിവസം വെള്ളം കുടിക്കാൻ നമ്മളെക്കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഒരു മരുഭൂമിയിൽ ഒരു പാവം പെണ്ണ്, ഒരു മഹദി സ്വഹാബിയത്ത് റളിയല്ലാഹു അൻഹ. ആ കിടന്ന കിടത്തത്തിൽ ഞാൻ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ, യാ മൻ യുജീബുൽ മുൽതറ ഇദാ ദആ. ഒരിക്കലും ഒരു വാതിലുമില്ലാതെ, ഒരു രക്ഷയുടെ സൂചനയോ വാതിലോ ഒന്നും കാണാതെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ റഹ്മത്തിന്റെ വാതായനങ്ങൾ തുറക്കാൻ കഴിയുന്ന ഒരേ ഒരുത്തനെ അല്ലാഹുവേ, എന്നെ ഒന്ന് സഹായിക്കണം. നോക്കുമ്പോ നെഞ്ചത്തൊരു നനവ്, കണ്ണു തുറന്നു, ഒരു ബക്കറ്റിൽ വെള്ളം. അപ്പൊ നേരെ എഴുന്നേറ്റിരുന്നു, കിട്ടിയ ഊർജം കൊണ്ട് കുടിച്ചു. ഞാൻ വെള്ളം തന്നെയാണ് റബ്ബേ കുടിക്കുന്നത്. വീണ്ടും കുടിച്ചു. പിന്നെ ഞാനൊന്ന് കണ്ണു ചുമ്മി, പിന്നെ അത് കാണുന്നില്ല. ഞാൻ വീണ്ടും അവിടെ കിടന്നു. ദാഹം തീർന്നില്ല. മരിച്ചു ജീവിച്ചു എന്നൊരവസ്ഥയിൽ കിടക്കുന്ന എന്റെ മുമ്പിലേക്ക് വീണ്ടും അതാ ആകാശഭൂമികൾക്കിടയിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഒരു വെള്ളത്തിന്റെ ഒരു കപ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ആ വെള്ളം ഞാൻ എന്റെ മുമ്പിൽ, എന്റെ നെഞ്ചിന്റെ അടികത്തേക്ക് വന്നു. ഞാൻ ശരിക്കും ഒന്ന് പൊത്തിപ്പിടിച്ചു കുടിച്ചു. എന്റെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു. കാരണം ദിവസങ്ങളായി വെള്ളം കുടിച്ചിട്ട് ഞാൻ ആകമാനം ആ വെള്ളത്തിലങ്ങ്, ആ വെള്ളമങ്ങ് ശരീരത്തിൽ മുഴുവൻ ഒഴിച്ചു. കുറച്ച് വെള്ളം എന്റെ പരിസരത്ത് കിടക്കുന്നുണ്ട്. അല്ലാഹുവേ, നീ എന്നെ സഹായിച്ചു റബ്ബേ എന്ന് മഹദിയായ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് ശുക്ർ പറഞ്ഞു തീരും മുമ്പ് ക്രൂരന്മാരായ തന്റെ കൂടെയുള്ള ഭർത്താവിന്റെ ബന്ധുക്കൾ അവരവർ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് ഓടി വന്നു. ഉമ്മു ശരീക്ക് റളിയല്ലാഹു അൻഹയുടെ ചുറ്റും വെള്ളത്തിന്റെ അടയാളമുണ്ട്. അവര് പറഞ്ഞു, യാ അദുവ, യാ അദുവ, ശത്രുവായവളെ, നീ ഞങ്ങളുടെ വെള്ളമെടുത്ത് കുടിച്ചല്ലേ. ഞങ്ങൾ ഉറങ്ങിയപ്പോ ഞങ്ങളുടെ വെള്ളത്തിന്റെ ബാഗ് എടുത്തിട്ട് നീ അഴിച്ചെടുത്ത് കുടിച്ചോ. അന്ന് വെള്ളം ഒരു തോലിന്റെ ബാഗിലാ വെക്കുക. അതുകൊണ്ട് ആ വെള്ളത്തിനന്ന് കറുപ്പ് എന്ന് പറയാം. വമാ യുഈശുകുമാ ഇല്ലൽ അസ്വദാൻ. 2 കറുപ്പ് സാധനങ്ങളാണ് ഞങ്ങൾ ജീവിക്കാനെന്ന് ഉപയോഗിച്ചത്. ഒന്ന് കാരക്കയും ഒന്ന് വെള്ളവും. വെള്ളത്തിന് കറുപ്പ് എന്ന് പറഞ്ഞതിന്റെ കണ്ടെയ്നർ കറുത്തതാണ്. വെള്ളം എടുത്തു വെക്കുന്ന പാത്രത്തിന് കറുപ്പ് നിറമാണ്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളത്തിന് കറുപ്പ് എന്ന് അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഇരിക്കട്ടെ, തഗ്ലീബൻ ഇരിക്കട്ടെ. മഹദി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വെള്ളമൊന്നും എടുത്തിട്ടില്ല. ഞങ്ങളുടെ വെള്ളം എടുത്ത് പിന്നെ ഇവിടെ നിന്ന് വെള്ളം അൻസലഹുല്ലാഹ്, ഇത് അല്ലാഹു ഇറക്കി തന്നതാണ്. 2 ആളും ഓടി ഒട്ടകത്തിന്റെ അടുത്തേക്ക്. ലഗേജുകൾ നോക്കുമ്പോ വെള്ളപാത്രത്തിന്റെ മൂടി അങ്ങനെ തന്നെയുണ്ട്, തുറന്നിട്ടില്ല. അതിൽ വെള്ളമുണ്ട്. അതിലവര് പേടിച്ചു. എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. മഹദിയുടെ മുമ്പിലേക്ക് ഓടി വന്നു. അവര് പറഞ്ഞു, നഷ്ഹദു ബി അന്ന റബ്ബക ഹുവ റബ്ബുനാ വ ഇന്നല്ലദീ റസഖക ഫീ ഹാദൽ മൗളൂഇ ഹുവ റബ്ബുനാ വ റബ്ബുക. ഞങ്ങൾ അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയട്ടെ, ഞങ്ങൾ ഏതൊരുത്തനെയാണോ റബ്ബെന്ന് പറഞ്ഞിരുന്നത് അത് പറയപ്പെടാൻ ഏറ്റവും അർഹനായവൻ നിനക്കാരാണോ ഉമ്മു ശരീക്കെ വെള്ളത്തിന്റെ പാത്രം മരുഭൂമിയിൽ കിടക്കുന്ന നിന്റെ മുന്നിലേക്ക് ഇറക്കി തന്നത്. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമാവുകയാണ്, ഞങ്ങൾ മുസ്ലിമാവുകയാണ്. നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ നഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളും മരുഭൂമിയുടെ നടുവിൽ വെച്ച് മുസ്ലിമാവാൻ കാരണമായി ആ കൊല്ലാൻ കൊണ്ടുവന്ന ആളുകൾ മഹദി റളിയല്ലാഹു അൻഹയെ കൈപിടിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ ഏൽപ്പിക്കുകയും ഈ കൊണ്ടുവന്ന മുഴുവൻ ആളുകളും ഹബീബിന്റെ മുഹാജിറുകളായി മദീനയിൽ ചേരുകയുമാണ് ഉണ്ടായത്. ഒരു പ്രതിസന്ധിയിൽ അല്ലാഹു നൽകുന്ന കൈത്താങ്ങാണത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കഠിനമായ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് മദ്രസയിൽ തന്നെ നമ്മൾ പഠിക്കാറുണ്ട്.
ബിലാൽ തങ്ങളുടെ ദേഹത്ത് കല്ലാണ് കയറ്റി വെച്ചിരുന്നത്. എന്നിട്ടും പറയും അഹദ് അഹദ് അഹദ്, അവൻ ഒരുത്തനാണ്, അവൻ ഒരുവനാണ്, അവൻ ഒരുവനാണ്. ഇതല്ലേ മുസ്ലിം? അല്ലാഹു ഏകനാണ്. 2 പ്രസിഡന്റ് രാജ്യത്തിനുണ്ടാവൂല, 2 കിങ്സ്, 2 രാജാക്കന്മാർ ഒരു നാടിനുണ്ടാവില്ല. ഒരു നാട് ഒന്നേ ഉണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒരു പടച്ചവനേ ഉള്ളൂ. വളരെ സിമ്പിൾ, വളരെ ഈസി, ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം. ബിലാൽ ഇബ്നു റബാഹ് തങ്ങളോട് ചോദിച്ചു, ബിലാലേ കൈഫ തഹമ്മൽത കുല്ല ഹാദൽ അദാബ്, ഇത്രയും വലിയ പരീക്ഷണങ്ങൾ ബിലാലേ നിങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിഞ്ഞു? കണ്ടല്ലോ, എങ്ങനെ സഹിക്കാൻ കഴിഞ്ഞു? എങ്ങനെ നിങ്ങൾ ഇതൊക്കെ സഹിച്ചത്? എങ്ങനെ സഹിച്ചു ബിലാലെ? മഹാനവറുകൾ കൊടുത്തൊരു മറുപടിയുണ്ട്, മുഅ്മിനേ, മുസിജത് ഹലാവത്തുൽ ഈമാൻ ബിമറാറത്തിൽ അദാബ്, ഈമാനിന്റെ മധുരം ശിക്ഷയുടെ കയ്പുമായി കൂടിക്കലർത്തിയപ്പോൾ ആ കയ്പിനേക്കാൾ കൂടുതൽ മധുരമായിരുന്നു ഫതഗത് ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരം ശിക്ഷയുടെ വേദനയേക്കാൾ മുന്നിൽ നിന്നു. അങ്ങനെ ശിക്ഷയുടെ കയ്പിനേക്കാളും ഈമാനിന്റെ മധുരമാണ് ഞാൻ അനുഭവിച്ചത്. അതുകൊണ്ട് എനിക്കത് പ്രശ്നമല്ല. സുബ്ഹാനല്ലാഹ്, കയ്പുള്ള ഒരു സാധനം പഞ്ചസാര ചേർത്ത് തിന്നുമ്പോൾ സുഖാണല്ലോ. അദാബിന്റെ കയ്പ് ഈമാനിന്റെ മധുരവുമായി ഞാനങ്ങ് കുഴച്ചു. അപ്പൊ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. ഇതൊരു വല്ലാത്ത വാക്കാണ് മുഅ്മിനെ. എന്താണ് ഈ പറയുന്നത്? നമുക്കൊക്കെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ 4 അയലത്ത് നിൽക്കാൻ പറ്റുമോ? എന്താ നമ്മളൊന്ന് ചിന്തിക്കും, നമ്മുടെ ഈമാൻ എന്താണ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ സ്വഹാബി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നു. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള സ്വഹീഹൈനിലുള്ള ഹദീസ്, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, ഈമാന്റെ മധുരം ശിക്ഷയുടെ കയ്പിനേക്കാൾ മുന്തി നിന്നു. അപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റിയെന്ന്. എങ്ങനെ ഈമാനിന്റെ മധുരം ഉണ്ടാവുക? അതിനൊരു മധുരം ഉണ്ടല്ലോ. ആ മധുരം എങ്ങനെ കിട്ടും? എനിക്കും നിങ്ങൾക്കും ആ മധുരം കിട്ടുന്നുണ്ടോ? 3 കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഈമാനിന്റെ മധുരം അറിയാൻ കഴിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1, അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, ഈ ലോകത്ത് ഒരാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആയിരുന്നാൽ ഈമാന്റെ മധുരം അറിയും. സുബഹിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത ആളും സുബഹി വരെ കാമുകിയോട് വാട്സപ്പിൽ ചാറ്റിങ്ങിലാണ്. അതിനർത്ഥം അള്ളാഹിനെക്കാളൊക്കെ വലിയ സ്നേഹം അവൻ അവളോടാണ്. അതുകൊണ്ടല്ലേ അവൻ ഉറപ്പൊഴിക്കുന്നത്. അതിന്റെ എത്ര കുറച്ച് അധ്വാനം മതി സുബഹിക്ക് എഴുന്നേൽക്കാൻ? ആലോചിച്ച് നോക്കി. സിനിമ കണ്ടങ്ങനെ കിടക്കുന്ന ആളുകൾ നമ്മുടെ ഒരു അറബ് നാടിന്റെ പേരും സ്ഥലമൊന്നും പറയുന്നില്ല, നൂറ എന്ന് പറയുന്നൊരു പെൺകുട്ടി 20 വയസ്സിൽ ക്യാൻസർ പിടിപെട്ട് മരിക്കുകയാണ്. അവളുടെ അവർ ട്വിൻസാണ്. തന്റെ കൂടെയുള്ള ഒരേ വയസ്സുള്ള ഇരട്ടകളാണ് 2 പേരും, നൂറയും ഹാലയും. ഹാല മുഴുവൻ സമയം സിനിമ കണ്ടിരിക്കുന്ന ഒരു പെണ്ണാണ്. അങ്ങനെ രാത്രി അവൾ സിനിമയും ഒക്കെ കണ്ട് അവസാനം ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇനി സുബഹിക്ക് 1 മണിക്കൂറേ ബാക്കിയുള്ളൂ. അപ്പോ നൂറ വിളിച്ചു പറഞ്ഞു തന്റെ ഇത്താത്തയെ, സെക്കൻഡുകളുടെ മാത്രം വ്യത്യാസമുള്ള ഇത്താത്തയെ, യാ ഹാല തആലി, ഇവിടെ വാ ഹാല. ഹാല വന്നു. നൂറ മരണത്തിലേക്ക് നീങ്ങുന്ന ഒരു യാത്രയിലാണ്. ഹാല, നീ ഇപ്പൊ ഉറങ്ങല്ലേ, നിസ്കരിച്ചിട്ട് ഉറങ്ങിയാൽ മതി. ജീവിതത്തിൽ ഹാല നിസ്കരിച്ചിട്ടില്ല. പെങ്ങള് നല്ല ഇബാദത്താണ്, അവൾ ഖുർആൻ ഓതുന്ന പെണ്ണാണ്. അസുഖം വരുന്നതിന്റെ മുമ്പും അങ്ങനെയാണ്. അവൾ പറയും, എനിക്ക് അസുഖം വന്നത് അള്ളാഹുവിന് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ.
അതുകൊണ്ടല്ലേ അള്ളാഹു പരീക്ഷിക്കുന്നത്. എനിക്കത് ഇഷ്ടമാണ്, ഞാനത് സഹിക്കുകയാണ്. ഹാല പറഞ്ഞു, ഞാൻ ഉറങ്ങാൻ, എനിക്ക് ഉറങ്ങണം. രാത്രി തുടങ്ങിയ സിനിമ കാണൽ 3:30-4 മണിവരെ നീണ്ടുനിന്ന് 1 മണിക്കൂർ നിനക്ക് അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചിട്ട് ഉറങ്ങിക്കൂടെ? അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാളും ശ്രേഷ്ഠമായത് നിസ്കാരമാണെന്ന് മുഅദ്ദിനെ വിളിച്ചു പറയുമ്പോ, ഹാല അതിന്റെ മധുരം നിനക്കൊന്ന് അറിയണ്ടേ? പറഞ്ഞില്ല, ഞാൻ ഉറങ്ങാണ്. ഹാല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരുപക്ഷേ ഞാനും നീയും ഇനി ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ നമുക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നീ എന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. ഹാല, എനിക്കും നിനക്കും അള്ളാഹുവിന്റെ അരികത്തേക്ക് പോകണ്ടേ? അവന്റെ മുമ്പിൽ കണക്കുകൾ ബോധിപ്പിക്കണ്ടയോ നമുക്ക്? നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളല്ലേ? നമ്മളാണോ പടച്ചത്? അവനല്ലേ പടച്ചത്? അവനോട് കണക്ക് പറയണ്ടേ? ഹാല, നീ എന്താണ് മരണത്തെക്കുറിച്ച് ഓർക്കാത്തത്? എനിക്കും നിനക്കും യാത്രയാവണ്ടേ? ഹാല പറഞ്ഞു, നീ അതിനെക്കുറിച്ചൊന്നും പറയല്ലേ നൂറ, നമ്മൾ വെക്കേഷന് ടൂർ പോകുന്നില്ലേ, അതെന്തായി? നൂറ പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ ഒരിക്കലും തിരിച്ചു വരാത്തൊരു വെക്കേഷനിലേക്കാണ് പോകാനിരിക്കുന്നത്. നീ എന്താ മരണത്തെക്കുറിച്ച് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയാണോ? ഞാൻ പേടിപ്പിക്കുകയല്ല, അതൊരു യാഥാർത്ഥ്യമല്ലേ ഹാല, നമുക്ക് മരിക്കണ്ടേ? ആ ചിന്തയിൽ ഈ ഹാല എന്ന പെൺകുട്ടിക്ക് ഞാനൊന്ന് നിസ്കരിക്കണം, അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കണം. ഞാൻ ഇങ്ങനൊന്നും ആയാൽ പോരാ. എന്റെ പെങ്ങള് കണ്ടില്ലേ അവൾ അനുഭവിക്കുന്ന മനസ്സിന്റെ സുഖം എത്രയാണ്? ഈ വേദനയിലും നൂറക്ക് പരാതിയില്ല. അതുകൊണ്ട് നൂറയുടെ അപേക്ഷ തള്ളാതെ ആദ്യമായി അവൾ അന്ന് സുബഹി നിസ്കരിച്ചു. അന്ന് അവൾ രാത്രി ഉറങ്ങിയിട്ടില്ല. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ആദ്യമായി അവൾ നിസ്കാരം തുടങ്ങിയതാ. വയസ്സ് 20 ആയിരുന്നപ്പോഴേക്കും നൂറ എന്ന തന്റെ പെങ്ങളെ പിതാവ് ആ മോളയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയ വിവരം കേട്ടുകൊണ്ടാണ് അവൾ ഞെട്ടിയുണർന്നത്. അവൾ ICUവിലാണ്. നോക്കുമ്പോൾ അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ. നൂറയെ കാണാൻ വേണ്ടി ഓടിച്ചെല്ലുന്നു ഈ പെൺകുട്ടി. അവിടെ ചെന്ന് ICUവിലേക്ക് ആരെയും കയറ്റുന്നില്ല. ഉമ്മ കണ്ട് സംസാരിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന മോളുടെ മുമ്പിൽ കരഞ്ഞ് ആ ഉമ്മ തിരിച്ചു വന്നു. നൂറയെ ഞാനൊന്ന് അവസാനം കാണട്ടെ എന്ന് പറഞ്ഞ് തന്റെ പെങ്ങളെ, തന്റെ സഹോദരിയെ, തന്റെ അനുജത്തിയെ കെട്ടിപ്പിടിച്ച്, അനുജത്തി എപ്പോഴും പറഞ്ഞു, ഹാല, അള്ളാഹുവിനെ കൈവടിയരുത് ഹാല, അള്ളാഹു നമ്മെ കൈവടിയുകയില്ല. അള്ളാഹുവിനെ നീ കൈവടിയല്ലേ, അള്ളാഹു നമ്മെ കൈവടിയുകയില്ല. അതൊരു ഹദീസിന്റെ അർത്ഥമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയോട് മുത്തനബി തങ്ങൾ പറഞ്ഞ വാക്കാണത്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ്, യഹ്ഫദില്ലാഹ യഹ്ഫദുക് യാ ഗുലാം, മോനെ ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, beware of Allah, Allah will protect you. നീ അല്ലാഹുവിനെ കുറിച്ച് ബോധത്തിൽ ജീവിക്കണം, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. Be conscious of Allah. തജിദുഹു തുജാഹക്, you can find him right in front of you. അല്ലാഹുവിനെ നിന്റെ കൺമുമ്പിൽ നിനക്ക് കാണാൻ കഴിയും. ആ വചനമാണ് മരണത്തിലേക്ക് നീങ്ങുന്ന നൂറ എന്ന പെൺകുട്ടി അവസാനം തന്റെ സഹോദരിയോട് പറയുന്നത്. ആ ഒരു സംഭാഷണം കഴിഞ്ഞതിൽ പിന്നെ ജീവിതത്തിന്റെ നന്മയിലേക്ക് തിരിച്ചു വന്നൊരനുഭവം ഈ 2 പെൺകുട്ടികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരാൾ ഒരു പരീക്ഷണത്തിലാണ്, മറ്റൊരാൾ എല്ലാ സുഖത്തിലുമാണ്. നമുക്ക് പറയാൻ കഴിയുമോ പരീക്ഷിക്കപ്പെടുന്ന മുഴുവൻ ആളുകളും അല്ലാഹ് ഇഷ്ടപ്പെടാത്തവരാണെന്നാണോ? അല്ല. ഇന്ന അശദ്ദന്നാസി ബലാഅനിൽ അംബിയാ, ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ അനുഭവിച്ചത് പ്രവാചകന്മാരാണ്. നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈമാനിന്റെ മധുരമറിയണമെങ്കിൽ അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഹുബ്ബ്, പ്രേമം, ഇതെല്ലാവർക്കും ഉണ്ടാവും. അത് 10ാം ക്ലാസ് മുതൽ തുടങ്ങുന്ന ഒരു അസുഖമാണത്. അത് അള്ളാഹുവിനും റസൂലിനും വേണ്ടി കൊടുക്കുക. കല്യാണം കഴിഞ്ഞ ഭാര്യയ്ക്ക് കൊടുക്കുക, ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കുക, പിന്നെ സജ്ജനങ്ങൾക്ക്, സ്വാലിഹീങ്ങൾക്ക്. മനസ്സിൽ അല്ലാഹു ആവണം നമ്മുടെ ചിന്തയുടെ ആകത്തുക. നന്മയെ സ്നേഹിക്കുക. വെറുതെ മനുഷ്യ കോലത്തെയല്ല സ്നേഹിക്കേണ്ടത്. നിങ്ങളുടെ ശരീരം കണ്ട് സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളിലേറെ ഭംഗിയുള്ള ഒരു ശരീരം കണ്ടാൽ അയാൾ അവളിലേക്ക് പോകും. അതും അടുത്താൽ വേറൊരാളിലേക്ക് പോകും.
അപ്പോഴേക്കും നിങ്ങൾ പറയും, എന്റെ അഭിമാനം ചതിച്ചുകൊണ്ടവൻ ചതിച്ചല്ലേ. മനുഷ്യൻ ചതിക്കും, പിശാച് മനുഷ്യനെ ചതിക്കുകയാണ്. ഒരു പുരുഷൻ വിചാരിക്കും എന്റെ ജീവിതത്തിന്റെ എല്ലാം അവളാണ്. പിന്നെ തോന്നുമല്ലേ അതൊന്നുമല്ലല്ലോ. അടുത്തത് മറ്റൊന്ന്, ഇങ്ങനെ ജീവിതയാത്രയിൽ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് മനുഷ്യൻ ഓടുകയാണ്. എങ്ങനെ അല്ലാഹു നമ്മളെ സംരക്ഷിക്കും മുഅ്മിനേ? 3 വിഷയങ്ങൾ ഈമാനിന്റെ മധുരം നൽകുന്നു. അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെ വിചാരിച്ചായിരിക്കണം. സ്നേഹിക്കാം, അല്ലാഹുവിനെ വിചാരിച്ച് സ്നേഹിക്കണം. ചുരുക്കണ്ടിട്ടല്ല സ്നേഹിക്കേണ്ടത്, മസിൽ കണ്ടിട്ടല്ല സ്നേഹിക്കേണ്ടത്, ഹൈറ്റും വെയിറ്റും കണ്ടിട്ടല്ല. പിന്നെ എന്തിനാ? അള്ളാഹുവിനെ വിചാരിച്ച്. മസിലുള്ള ഒരാൾക്ക് അള്ളാഹുവിനെ ബോധമുള്ള നല്ലൊരു മനുഷ്യനാണെങ്കിൽ സ്നേഹിച്ചോ. പുരുഷൻ അവരുടെ കൂട്ടുകാരെ, പെൺകുട്ടികൾ അവരുടെ കൂട്ടുകാരികളെ, അങ്ങനെയാണ്. ക്രോസ് ജെൻഡർ അല്ല ഈ സ്നേഹം. അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം, പടച്ചതമ്പുരാന് വേണ്ടി ഒരാളെ ഇഷ്ടപ്പെടുക, വേറൊന്നും അവിടെ ലക്ഷ്യമില്ല. അള്ളാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിക്കുക, ഭൂമിയിലുള്ള മനുഷ്യരെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, ജീവജാലങ്ങളെ പടച്ചതമ്പുരാനെ ഉദ്ദേശിച്ച് സ്നേഹിക്കുക. ഒരാളെ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം സ്നേഹിക്കുക. അയാൾ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് പിന്മാറിയാൽ നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പിൻവലിക്കുന്നു. അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? ഈമാനിന്റെ മധുരമറിയാം. നിസ്കാരത്തിനൊക്കെ രസമുണ്ടാകും കൂട്ടുകാർ സ്വാലിഹീങ്ങളാണെങ്കിൽ. കൂട്ടുകാർ കള്ളുടിയന്മാരാണെങ്കിൽ എന്താ അവസ്ഥ? മൂന്നാമത് പറഞ്ഞു, ഇസ്ലാം ഉപേക്ഷിച്ച് അവിശ്വാസത്തിലേക്ക് പോകുന്നത് തീയിലേക്ക് പോകുന്ന പോലെ പേടിക്കുന്ന ഒരാൾ. ഇന്ന് നിരീശ്വരവാദം, സംവാദങ്ങൾ, നിരീശ്വരവാദികളുടെ സംവാദങ്ങള്, അവരുടെ അവതരണങ്ങള്, വിഷയാവതരണങ്ങള്, സമർത്ഥനങ്ങള് യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലും നമ്മുടെ ചെറുപ്പക്കാർ ഇവർക്കെന്ത് പറയാനുണ്ടെന്ന് കേട്ടു നോക്കട്ടെ എന്ന് കണ്ട് ഒന്ന് കേട്ടു നോക്കുകയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ വളച്ചൊടിക്കുകയും യഥാർത്ഥമായ വസ്തുതകളെ വളച്ചൊടിച്ച് സമർത്ഥിക്കുന്ന ഇത്തരക്കാരുടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയും അള്ളാഹുവിനോടും റസൂലിനോടും ഒരിക്കലും തോന്നാൻ പാടില്ലാത്ത ചിന്തകൾ തോന്നിത്തുടങ്ങുകയും ചെയ്താൽ പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഈമാൻ ഒരു മനുഷ്യൻ കുപ്പായം അണിയുന്ന പോലെ, കുപ്പായം ഊരി എറിയുന്ന പോലെ ചില ആളുകളിൽ നിന്നും ഈമാൻ ഉയർത്തപ്പെടുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുസ്ബിഹു മുഅ്മിന, നേരം വെളുത്തപ്പോൾ ആൾ മുസ്ലിമാണ്, വയുംസി കാഫിറ, ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതാണ്, അതിനുശേഷം വൈകുന്നേരമായപ്പോൾ ആൾ യുക്തിവാദിയായി മാറിയിട്ടുണ്ട്. യുംസി മുഅ്മിനൻ, രാത്രി വരെ മുസ്ലിമാണ്, നിസ്കാരമുണ്ട്, നേരം വെളുക്കുന്നതിനിടയിൽ അവൻ എന്തോ ഒരു യൂട്യൂബ് പ്രഭാഷണം കേട്ടതാണ് ഒരു യുക്തിവാദിയുടെ. അവിടം മുതൽ യുസ്ബിഹു കാഫിറ, നേരം വെളുക്കുമ്പോൾ ഉമ്മ ഇനി ഞാൻ നിസ്കരിക്കില്ല എന്ന് പറയുന്ന വിധം ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു കാലം അന്ത്യനാളിന്റെ മുമ്പിൽ ഒരു രാത്രി ദിവസത്തിന്റെയും രാത്രിയുടെയും വ്യത്യാസത്തിൽ ഈമാനിൽ നിന്ന് കുഫറിലേക്കുള്ള യാത്രകൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൈകളിൽ കിടക്കുന്ന സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരമോ അല്ലെങ്കിൽ സ്വാധീനമോ കൊണ്ട് ഒരു ദിവസത്തിനിടയിൽ എത്രയധികം ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, എത്രയാളുകളുടെ വിഷലിപ്തമായ ഭാഷണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ച് പേടി വേണം. നരകത്തിലേക്ക് അല്ലാഹു എറിയുന്ന പോലെ തീയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ തീ പോകട്ടെ, നട്ടുച്ച നേരത്ത് നിൽക്കാൻ കഴിയുമോ നമുക്ക്? വെയിലത്ത് തീ തൊടാൻ കഴിയുമോ കൈകൊണ്ട്? തീയിലേക്ക്, നരകത്തിന്റെ തീയ് ഇതിനേക്കാളും 70 ഇരട്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിശക്തമായ ചൂടുകൊണ്ടുണ്ടാക്കിയ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് എങ്ങനെ നിങ്ങൾ പേടിക്കുന്നുവോ അതുപോലെ യുക്തിവാദത്തിലേക്കോ യുക്തിരാഹിത്യത്തിലേക്കോ മതനിരാസത്തിലേക്കോ പോകുന്നത് പേടിക്കുന്ന ഒരു മനസ്സുള്ള ആളുകൾക്ക് ഈമാനിന്റെ മധുരമറിയാൻ കഴിയും. നിങ്ങൾ അല്ലാഹുവിനെ പരീക്ഷിക്കരുത്. അല്ലാഹു നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്.
അള്ളാഹു നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളാരും ഒരു മുസ്ലിം ഇല്ലെങ്കിലും അള്ളാഹു ഗനിയാണ്. ഹുവൽ മുഗ്നി ഹുവൽ മുഹീ ഹുവൽ മുമീതു ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അവന്റെ സിഫാത്തുല്ലാഹിൽ ഉല്യ, അത് അള്ളാഹുവിന് അങ്ങനെ നിലനിൽക്കുന്നു. നമ്മളാരും അവന് സുജൂദ് ചെയ്തില്ലെങ്കിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ്. നമ്മളതിന് പറ്റൂലേ? അള്ളാഹു നമ്മളെ അങ്ങ് നിഷ്കാസനം ചെയ്ത് അതിന് പറ്റിയ ആളുകളെ അള്ളാഹു ഇങ്ങ് കൊണ്ടുവരും. ഈമാനിന്റെ മധുരം നമ്മുടെ കൽബുകളിലേക്ക് വരണം. അതുകൊണ്ട് ഈമാൻ എന്നത് ലൈസ ബിത്തമന്നി വലാ ബിത്തഹല്ലി. ഈമാൻ എന്നത് മനുഷ്യന്റെ മോഹമല്ല, വലാകിൻ ബിമാ വഖറ ഫിൽ ഖൽബ്, ഹൃദയത്തിനുള്ളിൽ കിടക്കുന്നു. വസദ്ദഖഹുൽ ലിസാൻ, ഹൃദയത്തിനുള്ളിലുള്ളത് നാവ് കൊണ്ട് വെളിവാക്കി പറയുകയും വഅമില ബിഹിൽ ജവാരിഹു വൽ അർക്കാൻ, നമ്മുടെ കർമ്മങ്ങളിലൂടെ പ്രതിഫലിക്കേണ്ടതാണ് ഇസ്ലാം. ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്നത് കർമ്മങ്ങളിലൂടെ കാണിക്കേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.